ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കുന്നംകുളം ചെറുവത്തൂരിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് വാഹനങ്ങളിൽ ഇടിച്ച് 2 പേർ മരിച്ചു. 12ഓളം പേർക്ക് പരിക്കേറ്റു. പെരുമ്പിലാവ് സ്വദേശി റിയ ഫാത്തിമ, അയ്യമ്പറമ്പ് സ്വദേശിനി തങ്കമണി എന്നിവരാണ് മരിച്ചത്. അപകട കാരണം ബസിന്റെ അമിത വേഗം. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. ആളൂർ താണിപ്പാറയിൽ സ്കൂൾ വാൻ കനാലിലേക്ക് മറിഞ്ഞ് 20 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. ആളൂർ സെന്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. തൃശൂർ കളക്ടറേറ്റിലേക്ക് യുവമോർച്ച നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. റോഡ് ഉപരോധിച്ച യുവമോർച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി. പ്രളയക്കെടുതിയിൽ മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കുന്നതിനിടെ മരിച്ച രാജേഷിന്റെ മൃതദേഹത്തോട് അനാദരവ്. ഫ്രീസർ സൗകര്യമില്ലാത്ത ആംബുലൻസിലാണ് മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് ചാവക്കാട് വരെ എത്തിച്ചത് എന്ന് പരാതി. ഗുരുവായൂരിലും കുന്നംകുളത്തും വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം. ഗുരുവായൂരിൽ 2 കടകളിൽ നിന്നായി 35,000 രൂപ കവർന്നു. മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞു. KSRTCയിൽ വാട്സ്ആപ്പ് വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സംവിധാനം നിലവിൽ വന്നു. സ്വകാര്യ ഏജൻസിയെ ഒഴിവാക്കി KSRTC നേരിട്ട് നടത്തുന്ന കൊറിയർ സർവീസിനും തുടക്കമായി. ദേശീയപാത പുതുക്കാട് ബൈക്ക് യാത്രികനായ യുവാവ് പിക്കപ്പ് വാൻ ഇടിച്ച് മരിച്ച സംഭവം കൊലപാതകമെന്ന ആരോപണവുമായി കുടുംബം രംഗത്ത്. അപകടത്തിനിടയാക്കിയ പിക്കപ്പ് വാനിലെ ഡ്രൈവറും മരിച്ച റിജാസും തമ്മിൽ അപകടത്തിന് മുൻപ് തർക്കമുണ്ടായതായി പരിക്കേറ്റ പെൺകുട്ടി പറഞ്ഞതായി റിജാസിന്റെ ബന്ധുക്കൾ. വാർത്തകൾ വിശദമായി. കുന്നംകുളത്ത് നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് 5 വാഹനങ്ങളിൽ ഇടിച്ചു കയറി. അപകടത്തിൽ 2 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ചെറുവത്തൂർ ഗ്രൗണ്ടിന് സമീപമായിരുന്നു അപകടം. കുറ്റിപ്പുറത്തു നിന്നും തൃശൂരിലേക്ക് പോവുകയായിരുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ടെതിരെ വന്ന മറ്റു വാഹനങ്ങളിൽ ഇടിച്ചു കയറുകയായിരുന്നു. ഒരു ഓട്ടോറിക്ഷ, മോട്ടോർ സൈക്കിൾ, 3 കാറുകൾ എന്നീ വാഹനങ്ങളിലേക്കാണ് ബസ് ഇടിച്ചു കയറിയത്. ഇതിൽ ഈക്കോ കാറിലെ യാത്രക്കാരിയായ 18 വയസ്സുള്ള റിയ, മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്തിരുന്ന 63 വയസ്സുള്ള തങ്കമണി എന്നിവരാണ് മരിച്ചത്. ഈക്കോ കാറിൽ സഞ്ചരിച്ചിരുന്ന ഷജീറ, മൻസൂറ, നസീറ, ഫാത്തിമത്ത്, ഷബീബ, നഹിജ എന്നിവരെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുതരാവസ്ഥയിലുള്ള നസീമയെ തുടർ ചികിത്സയ്ക്കായി എറണാകുളം അപ്പോളോ ആശുപത്രിയിലേക്ക് മാറ്റി. മറ്റൊരു കാറിൽ യാത്ര ചെയ്തിരുന്ന പോർക്കുളം സ്വദേശി ജിംഷാദ്, മാതാവ് ഖദീജ എന്നിവരും മലങ്കര ആശുപത്രിയിൽ ചികിത്സയിലാണ്. മോട്ടോർ സൈക്കിൾ യാത്രികനായ കാണിപ്പയ്യൂർ സ്വദേശി ജോബി ജോൺ ഡാനിയലിനെ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജോബിയുടെ ഒപ്പം ബൈക്കിൽ യാത്ര ചെയ്തിരുന്ന ഭാര്യയുടെ അമ്മ തങ്കമണിയാണ് മരിച്ചത്. TCV കുന്നംകുളം. കുന്നംകുളം പാറയമ്പാടത്തുണ്ടായ ബസ് അപകടത്തെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി. അപകട കാരണങ്ങൾ കണ്ടെത്തുന്നതിനുള്ള പ്രാഥമിക പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം അപകടത്തിൽപ്പെട്ട ബസ് ക്രെയിൻ ഉപയോഗിച്ച് റോഡിൽ നിന്നും മാറ്റി. കുന്നംകുളം കോഴിക്കോട് പാതയിലൂടെ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളുടെ അമിതവേഗവും അപകടകരമായ ഡ്രൈവിംഗും വീണ്ടും ചർച്ചയാവുകയാണ്. ഇത്തരത്തിലുള്ള അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കർശനമായ പരിശോധനയും നിയമ നടപടിയും വേണമെന്ന ആവശ്യം ശക്തമാണ്. ആളൂർ താണിപ്പാറയിൽ സ്കൂൾ വാൻ കനാലിലേക്ക് മറിഞ്ഞ് 20 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. ആളൂർ സെന്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ആരുടെയും പരിക്ക് സാരമുള്ളതല്ല. വ്യാഴാഴ്ച 4:30യോടെയായിരുന്നു സംഭവം. സ്കൂളിൽ നിന്നും വിദ്യാർത്ഥികളെയും കയറ്റിപ്പോയിരുന്ന മിനി ബസ് നിയന്ത്രണം തെറ്റി ഇറിഗേഷൻ മെയിൻ കനാലിലേക്ക് മറിയുകയായിരുന്നു. പരിസരത്തുണ്ടായിരുന്ന ആളുകളാണ് ആദ്യം രക്ഷാപ്രവർത്തനത്തിന് എത്തിയത്. അധികം വൈകാതെ ചാലക്കുടിയിൽ നിന്നും അഗ്നിശമന യൂണിറ്റും സ്ഥലത്തെത്തി. പരിക്കേറ്റ 4 പേരെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിലും മറ്റുള്ളവരെ പോട്ട ധന്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. PSC അഴിമതിക്കെതിരെ തൃശൂർ കളക്ടറേറ്റിലേക്ക് യുവമോർച്ച നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി.
PSC അഴിമതിക്കാരെ തുറങ്കിലടക്കുക, അന്വേഷണം കേന്ദ്ര ഏജൻസിക്ക് കൈമാറുക, ഒഴിവുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യുവമോർച്ച ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ജന്തർ മന്ദറിൽ സമരം ചെയ്തവർ വിഷം ചീറ്റുന്ന കൊമോഡോ ഡ്രാഗൺമാരാണ്. അത്തരക്കാർ എന്തേ കേരളത്തിലെയും ജാർഖണ്ഡിലെയും പരീക്ഷാ ക്രമക്കേടുകൾ കാണാതെ പോകുന്നത്? നരേന്ദ്രമോദിക്കെതിരെ വന്ന ഒന്നിനെയും വെറുതെ വിടില്ലെന്നും ഇന്നല്ലെങ്കിൽ നാളെ അവരെ പിടിച്ചുകെട്ടുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇടത് സംഘടനകളുടെ സമരം. വിഷയത്തിൽ പ്രതികരിക്കാത്ത മുഖ്യമന്ത്രി VD സതീശൻ എവിടെ പോയി ഒളിച്ചാലും യുവമോർച്ച പ്രവർത്തകർ തടയുമെന്നും ഗോപാലകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. വിദ്യാർത്ഥികൾക്ക് സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്. ചില മാധ്യമ നേതാവന്മാർ അവരൊരു ഉത്സവം ആഘോഷിക്കായിരുന്നു. ഇവരൊക്കെ ഈ ജന്തർ മന്ദറിൽ മാത്രമേ പോകുള്ളൂ. പടിഞ്ഞാറേക്കോട്ടയിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകരെ സിവിൽ സ്റ്റേഷൻ കവാടത്തിൽ ബാരിക്കേഡുകൾ നിരത്തി പോലീസ് തടഞ്ഞു. പ്രകോപിതരായ പ്രവർത്തകർ ബാരിക്കേഡുകൾ മറിച്ചിടാൻ ശ്രമിച്ചതോടെ പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. സ്വാഭാവികമായി പോലീസിനെ സംബന്ധിച്ചിടത്തോളം വാഹനങ്ങളൊന്നും തന്നെ പോലീസ് വൈദ്യുതി വിട്ടില്ല. അതിന് വാഹനങ്ങളുടെ അടുത്ത ജനത്തിലേക്ക് അതൊരു സുരക്ഷാ ജലപീരങ്കിയേറ്റ് തെറിച്ചു വീണും മറ്റും വനിതകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർക്ക് പരിക്കേറ്റു. തുടർന്ന് പ്രവർത്തകർ അയ്യന്തോൾ പുഴയ്ക്കൽ റോഡ് ഉപരോധിച്ചു. വനിതകൾ ഉൾപ്പെടെയുള്ളവരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. ഇതോടെ BJP നേതാക്കളും ഇടപെട്ടു. പിന്നീട് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയതോടെയാണ് സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നത്. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് മനു പള്ളത്ത്, ജനറൽ സെക്രട്ടറിമാരായ വിഷ്ണു, രാഹുൽ K. നായർ, വൈസ് പ്രസിഡന്റുമാരായ അഞ്ജലി എടക്കാട്ടിൽ, അമൃത മുരളി എന്നിവർ നേതൃത്വം നൽകി. BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, വൈസ് പ്രസിഡന്റ് സുധീഷ് മേനോത്ത് പറമ്പിൽ, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KR ഹരി തുടങ്ങിയവർ പങ്കെടുത്തു. TCV തൃശൂർ. പ്രളയക്കെടുതിയിൽ മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കുന്നതിനിടെ മരിച്ച പന്തളം സ്വദേശി രാജേഷിന്റെ മൃതദേഹത്തോട് അധികൃതരുടെ അനാദരവ്. പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് രാജേഷിന്റെ മൃതദേഹം ഫ്രീസർ സൗകര്യമില്ലാത്ത ആംബുലൻസിലാണ് ചാവക്കാട് വരെ എത്തിച്ചത്. ചാവക്കാട് എത്തിയപ്പോഴേക്കും മൃതദേഹം അഴുകിയ നിലയിലായിരുന്നു. ബുധനാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് ചാവക്കാട് വെച്ച് അടിയന്തരമായി ഫ്രീസർ സംഘടിപ്പിച്ച് മൃതദേഹം ഏങ്ങണ്ടിയൂർ റീലൈഫ് ആംബുലൻസിലേക്ക് മാറ്റിയത്. എന്നാൽ ആലപ്പുഴയിലെ വെള്ളക്കെട്ടിലൂടെ സർവീസ് നടത്തിയതിനെ തുടർന്ന് പന്തളത്തെത്തിയപ്പോഴേക്കും ആംബുലൻസിന്റെ പ്രവർത്തനം നിലച്ചു. തുടർന്ന് മറ്റൊരു ആംബുലൻസ് എത്തിച്ചാണ് മൃതദേഹം ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചത്. കണ്ണൂർ ചെറുപുഴയിൽ പ്രളയത്തിൽപ്പെട്ടയാളെ രക്ഷിക്കുന്നതിനിടെ സ്വന്തം ലൈഫ് ജാക്കറ്റ് ഊരി നൽകിയതാണ് രാജേഷിന്റെ ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കിയത്. ഗുരുവായൂരിൽ 2 വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം. 2 കടകളിലുമായി 35,000 രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ഉടമ പറഞ്ഞു. തൈക്കാട് പള്ളി റോഡിലെ അവിൽ പ്രോ ജ്യൂസ് കടയിലും മാവിൻചുവട്ടിലെ KM ഫ്രൈഡിലുമാണ് മോഷണം നടന്നത്. അവിൽ പ്രോയിൽ നിന്ന് 15,000-ഓളം രൂപയും KM ഫ്രൈഡിൽ നിന്ന് 1,000 രൂപയുമാണ് നഷ്ടപ്പെട്ടത്. 2 കടകളുടെയും മുൻവശത്തെ ചില്ലുവാതിലിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കയറിയിട്ടുള്ളത്. പൂട്ടുകൾ തകർത്തതിൽ 20,000 രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ഇരുകടകളുടെയും ഉടമയായ KK ജോസഫ് ബാബു അറിയിച്ചു. പുലർച്ചെ 2:50ഓടെ KM ഫ്രൈഡിലാണ് ആദ്യം മോഷ്ടാക്കൾ എത്തിയത്. 2 കടകളിലെയും മോഷണ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. 2 പേരാണ് 2 കടകളിലും കയറിയിട്ടുള്ളത്. മുഖം മറച്ചെത്തിയ ഒരാൾ അകത്ത് കയറുന്നതും മറ്റൊരാൾ പുറത്തു നിൽക്കുന്നതുമാണ് ദൃശ്യങ്ങളിൽ ഉള്ളത്. ഗുരുവായൂർ പോലീസ് സ്ഥലത്തെത്തി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിന് മുൻവശത്തുള്ള ഫാമിലി ബേക്കറിയിൽ മോഷണം. സ്ഥാപനത്തിന് മുൻവശത്തെ ഇരുമ്പ് വാതിലിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാവ് അകത്ത് കയറിയത്. 1,500 രൂപയും മിനറൽ വാട്ടർ കുപ്പികളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. CCTV ക്യാമറയിൽ പതിഞ്ഞ മോഷ്ടാവിന്റെ ദൃശ്യം കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇടവേള. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് & ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് & ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം.
എടാ അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ ഈ സാറന്നാ ഫുള്ള് നാച്ചുറലാ? ആടാ ഫുള്ളി നാച്ചുറൽ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ അപ്പക്കുട്ടനുണ്ട്, ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ Gold and Diamondsൽ നിന്നും. SG Gold and Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക് വീണ്ടും. KSRTCയിൽ വാട്സാപ്പ് വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സംവിധാനം നിലവിൽ വന്നു. സ്വകാര്യ ഏജൻസിയെ ഒഴിവാക്കി KSRTC നേരിട്ട് നടത്തുന്ന കൊറിയർ സർവീസിനും തുടക്കമായി. KSRTC സേവനങ്ങൾ കൂടുതൽ ഡിജിറ്റൽ സൗഹൃദമാക്കുന്നതിന്റെ ഭാഗമായാണ് വാട്സാപ്പ് വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. മെട്രോ റെയിൽ മാതൃകയിൽ AI അധിഷ്ഠിത ചാറ്റ് ബോട്ട് ഉപയോഗിച്ചാണ് പുതിയ വാട്സാപ്പ് ടിക്കറ്റിംഗ് സംവിധാനം സജ്ജമാക്കിയത്. യാത്രക്കാർക്ക് വാട്സാപ്പ് ചാറ്റിലൂടെ യാത്ര ആരംഭിക്കുന്ന സ്ഥലവും ലക്ഷ്യസ്ഥാനവും തെരഞ്ഞെടുത്ത് വളരെ എളുപ്പത്തിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ആശയവിനിമയത്തിനായി മലയാളം, ഇംഗ്ലീഷ് ഭാഷകൾ ഉപയോഗിക്കാം. മംഗ്ലീഷ് രീതിയും ചാറ്റ് ബോട്ട് പിന്തുണയ്ക്കും. യാത്രാ സംബന്ധമായ വിവരങ്ങളും സംശയങ്ങൾക്കുള്ള മറുപടിയും ചാറ്റ് ബോട്ട് വഴി ഉടനടി ലഭ്യമാക്കും. സാങ്കേതിക പരിജ്ഞാനം കുറവുള്ള സാധാരണക്കാർക്കും എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന രീതിയിലാണ് AI അധിഷ്ഠിത ചാറ്റ് ബോട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതേസമയം ഒരു ഇടവേളയ്ക്ക് ശേഷം KSRTC കൊറിയർ സർവീസ് പുനരാരംഭിച്ചു. സ്വകാര്യ ഏജൻസിയെ ഒഴിവാക്കി KSRTC നേരിട്ടാണ് സർവീസ് നടത്തുന്നത്. മുൻപ് സ്വകാര്യ കമ്പനിയായ സിംഗു സൊല്യൂഷൻസ് നടത്തിയിരുന്ന കൊറിയർ സർവീസിനെതിരെ വ്യാപക പരാതികൾ ഉയർന്നിരുന്നു. തുടർന്നാണ് അവരെ ഒഴിവാക്കിയത്. ന്യൂസ് ഡെസ്ക് TCV. ദേശീയപാത പുതുക്കാട് ബൈക്ക് യാത്രികനായ യുവാവ് പിക്കപ്പ് വാനിടിച്ച് മരിച്ച സംഭവം കൊലപാതകം എന്ന ആരോപണവുമായി കുടുംബം രംഗത്ത്. റിജാസിനെ മനഃപൂർവ്വം വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് പിതാവ് ഇബ്രാഹിം മാനു പറഞ്ഞു. സംഭവത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് തൃശൂർ റൂറൽ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുകയാണ് കുടുംബം. കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് പുതുക്കാട് സിഗ്നലിന് സമീപമായിരുന്നു അപകടം. പട്ടാമ്പി തിരുമിറ്റക്കോട് സ്വദേശി 22 വയസ്സുള്ള റിജാസ് സഞ്ചരിച്ചിരുന്ന ബൈക്കിന് പുറകിലാണ് പിക്കപ്പ് വാൻ ഇടിച്ചത്. റിജാസ് സംഭവ സ്ഥലത്തു വെച്ച് തന്നെ മരിക്കുകയും ബൈക്കിൽ കൂടെയുണ്ടായിരുന്ന പെൺകുട്ടിക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ടതാണ് അപകടത്തിന് കാരണമെന്നായിരുന്നു പ്രാഥമിക നിഗമനം. റിജാസിന്റെ ബൈക്കിന് മുന്നിലുണ്ടായിരുന്ന കാറിലെ ക്യാമറ ദൃശ്യങ്ങളാണ് സംശയങ്ങൾക്ക് ഇടയാക്കുന്നത്. അപകടത്തിനിടയാക്കിയ പിക്കപ്പ് വാനിലെ ഡ്രൈവറും റിജാസും തമ്മിൽ അപകടത്തിന് 15 മിനിറ്റ് മുൻപ് തർക്കം ഉണ്ടായതായി പരിക്കേറ്റ് ചികിത്സയിലുള്ള പെൺകുട്ടി പറഞ്ഞതായി റിജാസിന്റെ ബന്ധുക്കൾ പറഞ്ഞു. പ്രകോപിതനായ പിക്കപ്പ് വാൻ ഡ്രൈവർ മനഃപൂർവ്വം ഇരുവരെയും വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതാണെന്നാണ് റിജാസിന്റെ പിതാവ് പറയുന്നത്. ക്യാമറ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തൃശൂർ റൂറൽ SP-ക്കും ക്രൈംബ്രാഞ്ചിനും പരാതി നൽകിയിട്ടുണ്ടെന്നും തന്റെ മകന് നീതി ലഭിക്കണമെന്നും മാനു പറഞ്ഞു. സംഭവത്തിൽ പരിക്കേറ്റ പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിച്ചതായി പുതുക്കാട് പോലീസ് SHO പറഞ്ഞു. TCV പുതുക്കാട്. ഭരണഘടനാ ഭേദഗതിക്കുള്ള മുൻ 3/2 ഭൂരിപക്ഷം ലഭിക്കാനായി ജനാധിപത്യ വിരുദ്ധമായി പാർട്ടികളെ പിളർത്തി അംഗബലം കൂട്ടാൻ ശ്രമിക്കുകയാണ് BJP എന്ന് മുൻ നിയമസഭാ സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. DYFIയുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി CO പൗലോസ് മാസ്റ്റർ പഠന ഗവേഷണ കേന്ദ്രവും DYFI സംസ്ഥാന സമ്മേളന സംഘാടക സമിതിയും സംയുക്തമായി സാഹിത്യ അക്കാദമിയിൽ സംഘടിപ്പിച്ച ജുഡീഷ്യറിയും ഭരണഘടനയും ഇന്ത്യൻ വർത്തമാനവും എന്ന വിഷയത്തിലുള്ള സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബൗണ്ടറികൾ റീഡ്രോ ചെയ്ത് എല്ലാ കാലത്തും ഈ രാജ്യത്തിന്റെ ഭരണം തങ്ങളുടെ കൈവശം നിലനിർത്താൻ വേണ്ടി ഉണ്ടാക്കുന്ന നീക്കം മാത്രമാണ്. അല്ലാതെ സ്ത്രീകൾക്ക് അധികാരം കൊടുക്കാനല്ല. ഡീലിമിറ്റേഷനിലൂടെ എല്ലാ കാലത്തും ഈ രാജ്യത്തെ തങ്ങളുടെ പരിധിയിലാക്കി മാറ്റാൻ വേണ്ടി അവർക്ക് അംഗീകാരം കിട്ടണമെങ്കിൽ ഭരണഘടനാ ഭേദഗതി വേണം. ആ ഭരണഘടനാ ഭേദഗതി വേണമെങ്കിൽ 2/3 വേണം, 3/2 ഭൂരിപക്ഷം വേണം. ഈ 2/3 മെജോറിറ്റി നിർഭാഗ്യവശാൽ BJPക്കില്ല. ഈ 2/3 മെജോറിറ്റി BJPക്ക് ഇല്ലാത്ത പക്ഷം അവർ 2/3 മെജോറിറ്റി ഉണ്ടാക്കാൻ കൃത്രിമമായ മാർഗങ്ങൾ സ്വീകരിക്കുന്നു. അതാണ് ജനാധിപത്യത്തിലെ ഏറ്റവും നഗ്നമായ ജനാധിപത്യ ലംഘനം. അതിലെന്താ ചെയ്യുന്നത്? പാർട്ടികളെ പിളർത്തുന്നു. എതിർ രാഷ്ട്രീയ പാർട്ടികളെ, തങ്ങളോട് വിയോജിപ്പ് രേഖപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പിളർത്തി കൃത്രിമമായ രീതിയിൽ ഭൂരിപക്ഷം ഉണ്ടാക്കി ഭരണഘടനയെ തകർക്കാൻ നടക്കുന്നു ഈ രാജ്യത്ത് എന്ന കാഴ്ചയ്ക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
തങ്ങളുടെ വരുതിയിൽ ഇല്ലാത്ത സംസ്ഥാനത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സമീപനം ജനാധിപത്യ വിരുദ്ധമായി ആവർത്തിക്കുകയാണ് കേന്ദ്രം. ഇത് ഭരണഘടനയുടെ നഗ്നമായ ലംഘനമാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ സംസ്ഥാന സർക്കാരുകൾ അവസാനത്തെ അഭയമായ സുപ്രീം കോടതിയെ സമീപിക്കുമ്പോൾ നീതി കൊടുക്കാൻ സുപ്രീം കോടതി തയ്യാറാകുന്നില്ലെന്നാണ് സമീപകാലത്തെ സംഭവങ്ങൾ വ്യക്തമാക്കുന്നത് എന്നും ഷംസീർ പറഞ്ഞു. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. DYFI ജില്ലാ സെക്രട്ടറി KS റോസൽ രാജ്, ഡോക്ടർ T ഗീനാകുമാരി, അഡ്വക്കേറ്റ് R രാഹുൽ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ എറിയാട് രാസമാലിന്യം കലർന്ന മണ്ണ് ഉപയോഗിച്ച് ഭൂമി നികത്തിയ സംഭവത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ ഭരണകൂടത്തോട് എറിയാട് പഞ്ചായത്ത് യോഗം ആവശ്യപ്പെട്ടു. സർക്കാരിന്റെ ചെലവിൽ മാലിന്യം നീക്കണമെന്നും യോഗം ആവശ്യമുന്നയിച്ചു. കൂടുതൽ സ്ഥലങ്ങളിൽ രാസമാലിന്യം തള്ളിയിട്ടുണ്ടോ എന്നറിയാൻ മണ്ണ് പരിശോധന നടത്താനും പഞ്ചായത്ത് തീരുമാനിച്ചു. രാസമാലിന്യ മണ്ണ് നീക്കം ചെയ്യാൻ പഞ്ചായത്ത് തയ്യാറാണെന്നും പണം ദുരന്ത നിവാരണ അതോറിറ്റി ഫണ്ടിൽ നിന്നും അനുവദിക്കണമെന്നും ജില്ലാ ഭരണകൂടത്തോട് ആവശ്യപ്പെടാനും യോഗം തീരുമാനിച്ചു. രാസമാലിന്യം നിർവീര്യമാക്കുന്നത് സംബന്ധിച്ച് KEIL-യുമായി ചർച്ച നടത്തും. പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് രാസമാലിന്യം നീക്കണമെന്നും സ്ഥലമുടമകൾക്കെതിരെ റവന്യൂ റിക്കവറി ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും പ്രതിപക്ഷ മെമ്പർമാർ ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സാറാബി ഉമർ, PK മുഹമ്മദ്, PS മുജീബ് റഹ്മാൻ, VS സുഹൈൽ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. സംസ്ഥാനത്ത് വാഹന മോഡിഫിക്കേഷനിൽ വലിയ ഇളവുകൾ ലഭിക്കാൻ ഇടയില്ല. മോഡിഫിക്കേഷനിൽ പൊതുജനാഭിപ്രായം തേടി മോട്ടോർ വാഹന വകുപ്പ് സർവേ നടത്തുന്നുണ്ടെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ കടുത്ത നിലപാടാണ് തടസ്സം സൃഷ്ടിക്കുന്നത്. സംസ്ഥാനങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാമെന്നാണ് ഗതാഗത മന്ത്രി CP ജോണിന്റെ ഉറപ്പ്. വാഹന മോഡിഫിക്കേഷനെ കുറിച്ചുള്ള ചോദ്യത്തിന് മുഖ്യമന്ത്രി VD സതീശൻ മറുപടി നൽകിയ പൂക്കിച്ചിരി വൈറലായിരുന്നു. എന്നാൽ ചിരിയുടെ മോടിക്കപ്പുറം വാഹന മോഡിഫിക്കേഷനിൽ വലിയ പ്രതീക്ഷ വേണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന സൂചന. വാഹനങ്ങളിൽ രൂപമാറ്റം വരുത്തുന്നതിന് അനുമതി നൽകാൻ സംസ്ഥാന സർക്കാരിന് അവകാശമില്ലെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. പൊതുസുരക്ഷ കണക്കിലെടുത്ത് വാഹനങ്ങളുടെ വേഗപരിധി നിശ്ചയിക്കാനുള്ള അധികാരം മാത്രമാണ് സംസ്ഥാനങ്ങൾക്കുള്ളതെന്നാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. മോട്ടോർ വാഹന നിയമമനുസരിച്ച് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിലുള്ള വിവരങ്ങളിൽ വ്യത്യാസം വരുന്ന രീതിയിൽ വാഹനത്തിന് രൂപമാറ്റം വരുത്താനാകില്ല. അനുവദനീയമായ മാറ്റങ്ങൾ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച മാനദണ്ഡങ്ങൾക്കും കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിനും വിധേയമായിരിക്കണമെന്നും കേന്ദ്രം അറിയിച്ചു. എന്നാൽ നിയമപരമായിട്ടുള്ളതും അംഗീകരിക്കാൻ സാധിക്കുന്നതുമായ മോഡിഫിക്കേഷനുകളുമായി മുന്നോട്ടു പോകാമെന്നാണ് ഗതാഗത മന്ത്രി CP ജോണിന്റെ വാദം. എന്തായാലും UDF സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളിലൊന്നായ വാഹന മോഡിഫിക്കേഷനിൽ അനിശ്ചിതത്വം തുടരുകയാണ്. പ്രകടന പത്രികയിലെ വാഗ്ദാനം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി വാഹനങ്ങളിൽ എന്തൊക്കെ മോടി പിടിപ്പിക്കൽ വേണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് പൊതുജന അഭിപ്രായം തേടിയിരുന്നു. ഇതിനായി അഭിപ്രായ സർവേക്ക് വകുപ്പിന്റെ സാമൂഹിക മാധ്യമ പേജുകളിൽ ലിങ്കും പങ്കുവച്ചിരുന്നു. സർവേ ഉൾപ്പെടെയുള്ളവ നടത്തുന്നുണ്ടെങ്കിലും വാഹനപ്രേമികൾ ആഗ്രഹിക്കുന്ന വമ്പൻ ഇളവുകളൊന്നും ലഭിക്കാനിടയില്ല. ന്യൂസ് ഡെസ്ക് TCV. തളിക്കുളം പത്താംകല്ലിനു സമീപം വെളിച്ചെണ്ണ മില്ലിൽ തീപിടുത്തം. മില്ല് പൂർണ്ണമായും കത്തിനശിച്ചു. പത്താംകല്ല് സ്വദേശി മുഹമ്മദ് സാലിയുടെ ഉടമസ്ഥതയിലുള്ള സാലി ഓയിൽ ആൻഡ് ഫ്ലവർ മിൽ എന്ന സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത്. ഓണവിപണി ലക്ഷ്യമാക്കി വലിയ തോതിൽ സംഭരിച്ച നാളികേരവും കൊപ്രയും വെളിച്ചെണ്ണയും കത്തിനശിച്ചു. നാട്ടികയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. പുതുക്കാട് മുപ്ലിയം റോഡിൽ ഗർത്തം രൂപപ്പെട്ടു. സ്നേഹപുരത്ത് മുട്ടിപ്പാലത്തിന് സമീപം വാട്ടർ അതോറിറ്റിയുടെ പ്രധാന പൈപ്പ് പൊട്ടിയതാണ് ഗർത്തം രൂപപ്പെടാൻ കാരണം. പുതുക്കാട് പമ്പ് ഹൌസിൽ നിന്ന് ചെങ്ങാലൂരിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന പ്രധാന പൈപ്പാണ് പൊട്ടിയത്. ഇതോടെ മുപ്ലിയം പുതുക്കാട് റോഡിലൂടെയുള്ള ഗതാഗതവും കുടിവെള്ള വിതരണവും തടസ്സപ്പെട്ടു. ബസ്സുകൾ ഉൾപ്പെടെയുള്ള ഭാരവാഹനങ്ങൾക്ക് ഇതുവഴി കടന്നുപോകാൻ കഴിയാത്ത സ്ഥിതിയായി. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നവീകരണം നടത്താൻ പോകുന്ന റോഡിലാണ് കുടിവെള്ള പൈപ്പ് പൊട്ടി ഗർത്തം രൂപപ്പെട്ടത്. വാട്ടർ അതോറിറ്റി അധികൃതരെത്തി പൈപ്പിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. കുടിവെള്ള വിതരണം നിർത്തിവെച്ചതോടെ മേഖലയിലെ നൂറുകണക്കിന് കുടുംബങ്ങൾ ദുരിതത്തിലായി. KK രാമചന്ദ്രൻ MLA ഇടപെട്ട് റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്താൻ അധികൃതർക്ക് നിർദ്ദേശം നൽകി. മേഖലയിൽ കാലപ്പഴക്കം ചെയ്യുന്ന പൈപ്പ് പൊട്ടുന്നത് പതിവാണെന്ന് പഞ്ചായത്ത് അംഗം ജോയി മഞ്ഞളി പറഞ്ഞു. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയതാണ്. നല്ല ഫോഴ്സിലാണ് വെള്ളം വന്നിരുന്നത്. ആ വെള്ളം വന്ന് ഇതിന്റെ റോഡിന്റെ അടിഭാഗത്തുള്ള മണ്ണ് മുഴുവൻ ഊതി പോകുന്ന രീതിയിലാണ്. അത്രയും ഫോഴ്സായിരുന്നു. അപ്പൊ അത്രയും പെട്ടെന്ന് ശരിയാക്കി ഇത് JCB കൊണ്ടുവന്ന് കോരിട്ട് വേണം വീണ്ടും റിപ്പയർ ചെയ്തതിന് ശേഷം വീണ്ടും മണ്ണ് ഫില്ല് ചെയ്താലാണ്, അല്ലെങ്കിൽ കോറി വേസ്റ്റ് ഫില്ല് ചെയ്താലാണ് നമുക്ക് വാഹനങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. ബസ്സുകാരും മറ്റുള്ള ഭാരവാഹനങ്ങൾ കംപ്ലീറ്റ് ഇപ്പോൾ നിന്ന പോലെ ഇപ്പോൾ ആരും ഇപ്പോൾ വഴിക്ക് വരുന്നില്ല. അപ്പോൾ സ്റ്റോപ്പായിട്ടുണ്ട്. റോഡ് നവീകരണത്തിന് മുൻപ് പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.
TCV ന്യൂസ്, പുതുക്കാട്. ജില്ലയിലെ കോൾപ്പാട മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുന്നു. ചാഴൂർ, പാറളം, അന്തിക്കാട്, അരിമ്പൂർ പഞ്ചായത്തുകളിലെ പാടശേഖരങ്ങളാണ് വെള്ളം നിറഞ്ഞ് കരപ്രദേശത്തേക്ക് കയറുന്ന നിലയിലായിരിക്കുന്നത്. അധികജലം ഒഴുകിപ്പോകുന്ന പുത്തൻതോട്, ഇറിഗേഷൻ, മെയിൻ കനാൽ തുടങ്ങിയവ ചണ്ടിയും കുളവാഴയും നിറഞ്ഞ സ്ഥിതിയിലാണ്. ഇതുമൂലം ഈ തോടുകളിലൂടെയുള്ള ഒഴുക്ക് നിലച്ചതും മത്സ്യകൃഷിക്കായി പല പടവുകളും കഴകളും സ്ലൂയിസും ഇപ്പോഴും അടച്ചിട്ട നിലയിൽ തുടരുന്നതും പാടത്ത് വെള്ളം നിറഞ്ഞ പ്രദേശത്തെ വീടുകളിലേക്ക് കയറി തുടങ്ങിയിരിക്കുകയാണ്. തോടുകളിലെ ചണ്ടിയും കുളവാഴയും നീക്കം ചെയ്യേണ്ട ഇറിഗേഷൻ വകുപ്പ് അധികൃതർ ഫണ്ടില്ല എന്ന ന്യായം പറഞ്ഞ് ഫലപ്രദമായ നടപടി സ്വീകരിക്കാതിരിക്കുന്നതാണ് എന്നാണ് ആക്ഷേപം. ജില്ലാ ഭരണകൂടം ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പെട്ടെന്നൊരാവശ്യം വരുമ്പോ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പൂപ്പൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ഇത് കാണുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് കീ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. വാർത്തകളിലേക്ക് വീണ്ടും. തൃശൂർ ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ വെള്ളിയാഴ്ച അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും ഇന്റർവ്യൂകൾക്കും മാറ്റമില്ല. അവധി മൂലം നഷ്ടപ്പെടുന്ന പഠന സമയം ക്രമീകരിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപന മേധാവികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിരപ്പള്ളി പുളിയിലപ്പാറയിൽ കാട്ടാന പലചരക്ക് കട തകർത്തു. മാളിയേക്കൽ പോളിന്റെ കടയ്ക്ക് നേരെയായിരുന്നു ആക്രമണം. കടയുടെ ഷട്ടർ തകർത്ത് അരി, പലവ്യഞ്ജന സാധനങ്ങൾ, പഴക്കുലകൾ എന്നിവയെല്ലാം ഭക്ഷിച്ചു. അലമാരിയിലെ ഗ്ലാസുകളും പൊട്ടി. പെരിങ്ങൽകുത്ത് ഡാം ഗേറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരാണ് സംഭവം കണ്ടത്. അരമണിക്കൂറോളം സ്ഥലത്തുണ്ടായിരുന്ന ആന പിന്നീട് തിരിച്ചുപോയി. മലക്കപ്പാറ പ്രദേശത്തെ ആദിവാസികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഈ കടയെ ആശ്രയിക്കുന്നത്. തിരുവള്ളക്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ നവീകരിച്ച ചുറ്റമ്പലവും ബലിയമ്പലവും സെപ്റ്റംബർ 12 രാവിലെ 9 മണിക്ക് വിപുലമായ ചടങ്ങുകളോടെ ശാസ്താവിന് സമർപ്പിക്കും. സെപ്റ്റംബർ 6 മുതൽ 11 വരെ ക്ഷേത്രം തന്ത്രി KPC കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ വിശേഷാൽ ദ്രവ്യകലശവും 12 കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ പ്രധാന അർച്ചകരായ നരസിംഹ അടിക, സുബ്രഹ്മണ്യ അടിക എന്നിവർ ചേർന്ന് സമർപ്പണം നിർവഹിക്കും. തുടർന്ന് ക്ഷേത്രം പ്രസാദ ഊട്ട് മണ്ഡപത്തിൽ ചേരുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ മന്ത്രിമാരും പൗരപ്രമുഖരും പങ്കെടുക്കും. ഈ വർഷത്തെ നവരാത്രി ആഘോഷങ്ങൾ ഒക്ടോബർ 11 തുടങ്ങി 21 വിജയദശമിയോടെ അവസാനിക്കും. നവരാത്രിയോടനുബന്ധിച്ച് നടത്തുന്ന സംഗീതോത്സവത്തിലും കലാപരിപാടികളിലും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ദേവസ്വം ഓഫീസിൽ ഓഗസ്റ്റ് 20 അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. സിവിൽ സർവീസിനെയും ജീവനക്കാരെയും ദ്രോഹിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നടപടികൾക്കെതിരെ കേരള NGO യൂണിയന്റെ നേതൃത്വത്തിൽ തൃശൂർ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. 12ാം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, ഇടക്കാല ആശ്വാസം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും. അയ്യന്തോൾ ചുങ്കം സെന്ററിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കളക്ടറേറ്റ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ NGO യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് OP ബിജോയ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി PB ഹരിലാൽ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി P സുനീഷ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ E നന്ദകുമാർ,
RL സിന്ധു, ജില്ലാ വൈസ് പ്രസിഡന്റ് KR രേഖ എന്നിവർ പങ്കെടുത്തു. തൃശൂർ ചേംബർ ഓഫ് കൊമേഴ്സ് വുമൺസ് വിംഗ് സംഘടിപ്പിക്കുന്ന വുമൺ ഷോപ്പേഴ്സ് കാരവാന്റെ ഭാഗമായി തൃശൂർ നഗരത്തിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് പോലീസുമായി സഹകരിച്ച് ഓപ്പറേഷൻ തൂഫാൻ ദീപശിഖ പ്രയാണവും നടന്നു. പാലസ് ഗ്രൗണ്ടിൽ നടന്ന വിളംബര ജാഥ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി സോളി തോമസ് ദീപശിഖ തെളിയിച്ചു. ചേംബർ വുമൺസ് വിംഗ് പ്രസിഡന്റ് ഡോക്ടർ കനക പ്രതാപ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് റൂബി ജോൺ, സെക്രട്ടറി മൃദു നിക്സൺ, ട്രഷറർ മായ എസ് പരമേശ്വരം എന്നിവർ നേതൃത്വം നൽകി. ഈ മാസം 8, 9 തീയതികളിൽ കാസിനോ കൾച്ചറൽ ഓഡിറ്റോറിയത്തിലാണ് പ്രദർശന വിപണന മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇനി സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,725 രൂപ, പവന് 1,09,800 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കുന്നംകുളം ചെറുവത്തൂരിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് വാഹനങ്ങളിലിടിച്ച് 2 പേർ മരിച്ചു. 12ഓളം പേർക്ക് പരിക്കേറ്റു. പെരുമ്പിലാവ് സ്വദേശി റിയ ഫാത്തിമ, അയ്യമ്പറമ്പ് സ്വദേശിനി തങ്കമണി എന്നിവരാണ് മരിച്ചത്. അപകട കാരണം ബസിന്റെ അമിത വേഗം. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. ആളൂർ താണിപ്പാറയിൽ സ്കൂൾ വാൻ കനാലിലേക്ക് മറിഞ്ഞ് 20 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. ആളൂർ സെയിന്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. തൃശൂർ കളക്ടറേറ്റിലേക്ക് യുവമോർച്ച നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. റോഡ് ഉപരോധിച്ച യുവമോർച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി. പ്രളയക്കെടുതിയിൽ മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കുന്നതിനിടെ മരിച്ച രാജേഷിന്റെ മൃതദേഹത്തോട് അനാദരവ്. ഫ്രീസർ സൗകര്യമില്ലാത്ത ആംബുലൻസിലാണ് മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് ചാവക്കാട് വരെ എത്തിച്ചത് എന്ന് പരാതി. ഗുരുവായൂരിലും കുന്നംകുളത്തും വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം. ഗുരുവായൂരിൽ 2 കടകളിൽ നിന്നായി 35,000 രൂപ കവർന്നു. മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞു. KSRTCയിൽ വാട്സാപ്പ് വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സംവിധാനം നിലവിൽ വന്നു. സ്വകാര്യ ഏജൻസിയെ ഒഴിവാക്കി KSRTC നേരിട്ട് നടത്തുന്ന കൊറിയർ സർവീസിനും തുടക്കമായി. ദേശീയപാത പുതുക്കാട് ബൈക്ക് യാത്രികനായി യുവാവ് പിക്കപ്പ് വാനിടിച്ച് മരിച്ച സംഭവം കൊലപാതകമെന്ന ആരോപണവുമായി കുടുംബം രംഗത്ത്. അപകടത്തിനിടയാക്കിയ പിക്കപ്പ് വാനിലെ ഡ്രൈവറും മരിച്ച റിജാസും തമ്മിൽ അപകടത്തിന് മുൻപ് തർക്കമുണ്ടായതായി പരിക്കേറ്റ പെൺകുട്ടി പറഞ്ഞതായി റിജാസിന്റെ ബന്ധുക്കൾ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.